കാസർഗോഡേക്ക് ഒന്ന് പോകണം. കാസർഗോട്ടെ ഏറ്റവും പുതിയ സാഹചര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കുന്ന് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. ആ കുന്ന് അവിടുത്തെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു കുന്നായിരുന്നു. കാസർഗോഡ് പൈ വളികയിൽ 3 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ കാസർഗോഡ് കനത്ത മഴയിൽ കാര്യങ്കോട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇരുകരകളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്ന് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇടിഞ്ഞിട്ട് റോഡിലേക്ക് ഈ മണ്ണും വെള്ളവും ഒരുമിച്ച് ശക്തമായി ഒഴുകി വരുന്ന സാഹചര്യമുണ്ട്. പൈവളികയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ 3 പേർക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റത്. 2 വീടുകൾ കേടുപാടുണ്ടായി. അങ്ങനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡ് തോടായ ദൃശ്യങ്ങൾ കാണാം. അവിടെ ഒരാൾ വാഹനം തള്ളി നീക്കുന്നു, താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ്. അതൊക്കെ വളരെ ഭീകരമായ സംഭവങ്ങളാണ്. ജനത്തിൻ്റെ ഗതികേടാണ്. ഈ വീരമലക്കുന്നാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ വീരമലക്കുന്ന് ഇടിഞ്ഞ് ദൃശ്യങ്ങളിൽ കാണാം. ഇടിഞ്ഞിട്ട് ഈ വെള്ളം അതിശക്തമായി വെള്ളവും മണ്ണും റോഡിലേക്ക് കുതിച്ചെത്തുന്ന കാഴ്ചകൾ കൂടി ദൃശ്യങ്ങളിൽ കാണാം. അത്ര ശക്തമാണ് കാസർഗോട്ടെ മഴ. ബൈജു ഉണ്ട്. ബൈജു, സാഹചര്യം ഗുരുതരമാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കനത്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ദേശീയപാതയിലെ ഒരു കാഴ്ചയാണ്. ഇത് ചെറുവത്തൂറിനടുത്ത് വീരമലക്കുന്നിൽ നിന്നും ഇത്തരത്തിൽ മണ്ണും അതുപോലെ തന്നെ വെള്ളവും റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യം. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. മാത്രമല്ല ഇവിടെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കുന്നിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ മഴക്കാലത്തും വലിയ തോതിൽ വാർത്തയായ ഒരു പ്രദേശമാണ് ഇത്. വലിയ തോതിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏതായാലും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതുവഴി വാഹനങ്ങൾ പോകുന്നത് അപകടമാണെന്ന് കഴിഞ്ഞ തവണയും ഇതേ സമാനമായ പ്രശ്നമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്കേറ്റത്. പൈവെളികയിലാണ് സംഭവം. അവിടെ 2 വീടുകൾക്ക് കേടുപാടും ഉണ്ടായിട്ടുണ്ട്. പൈവെളിക കയ്യാർ ബോളമ്പാടിയിലെ യമുന, അവരുടെ മക്കളായ പ്രമോദ്, സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഇടിമിന്നലിന്റെ വീടിന്റെ ഓടുകൾ ഇളകി വീണാണ് ഇവർക്ക് പരിക്കേറ്റത്. ഈ അപകടമുണ്ടായ വീടിനടുത്ത് പുതുതായി നിർമ്മിച്ച കോൺക്രീറ്റ് വീടിനാണ് വിള്ളലുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്കോട് പുഴയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇവിടെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നീലേശ്വരം പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലേക്കുള്ള ജലനിരപ്പ് അപകട നിലയിലേക്ക് ക്രമാതീതമായി കൂടുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന് ഈ ഷട്ടറുകൾ ഏത് സമയത്തും തുറക്കുമെന്നാണ് ജലസേചന വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഈ കാര്യങ്കോട് പുഴയുടെ ഇരുകരയിലുള്ള തീരദേശവാസികൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലകളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. ഏതായാലും ഈ വീരമലക്കുന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത്തരത്തിൽ ഈ കുന്ന് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ ഈ വീരമലക്കുന്നിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണല്ലേ ഈ. ഒപ്പം മഴയുടെ ഒരു അവസ്ഥ സാധാരണ വേനൽ മഴ പോലെയുള്ളൊരു മഴയാണോ കാസർഗോഡ് പെയ്യുന്നത്? ഒരു കാലവർഷത്തിന്റെ പ്രതീതി തന്നെയല്ലേ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായും വേനൽ മഴയാണെങ്കിലും ഒരു കാലവർഷത്തിന്റെ പ്രതീതി തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ജലനിരപ്പൊക്കെ ഉയരാൻ തുടങ്ങിയത്. എന്നാലും വീരമലക്കുന്ന് ഒരുപാട് ചരിത്ര സംഭവങ്ങളുള്ള കുന്നാണ്. ഇത് ഇടിച്ച് റോഡിന് വേണ്ടി ഇടിച്ച് എടുത്ത സാഹചര്യത്തിന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത് പരിഹരിക്കണമെന്ന് കഴിഞ്ഞ വർഷകാലത്ത് തന്നെ നിരവധി ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥയിലാണുള്ളത്. മഴ ശക്തമായാൽ ഈ കുന്ന് പൂർണ്ണമായും ഇടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലാണ് അതിന്റെ ഒരു ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് ആ ഭീകരതയിൽ നിന്ന് കാണാം. ഇത് വാഹനങ്ങൾ, ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് കാണാം. ഏതായാലും ചെറുവാഹനങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഇത് ഗതാഗത തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയും റോഡ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാലവർഷത്തിൽ റോഡ് വഴിതിരിച്ചുവിടുന്ന വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇന്നും മഴ ശക്തമായാൽ കൂടുതൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാത്രിയിലൊക്കെ വലിയ മഴ ഉണ്ടായിരുന്നോ ബൈജു? രാത്രിയിലും മഴയായിരുന്നോ? രാത്രി നിർത്താതെ പെയ്യുന്ന ഒരു മഴയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും ആ മഴ അതേ രീതിയിൽ തുടരുന്നുണ്ട്. അത് തന്നെയാണ് ജില്ലയിൽ ഒരു ആശങ്ക ഉയർത്തുന്നത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇത് നേരിടാൻ, ഏത് അടിയന്തര സാഹചര്യം നേരിടാനും സജ്ജമാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ ജാഗ്രത ഉണ്ടാവണമെന്ന ഒരു നിർദ്ദേശം ഉണ്ട്. തീരദേശവാസികൾക്കും അതുപോലെ തന്നെ വലിയ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഒപ്പം
ഇടിമിന്നൽ വരും സമയങ്ങളിൽ ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഉണ്ടാകണമെന്ന ഒരു അറിയിപ്പും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് രഞ്ജിത്ത്. അതാണ് കാസർകോട്ടെ സാഹചര്യം. വീരമല കുന്ന് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കുന്ന് അത് ഇടിഞ്ഞു വീഴുന്നു. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ വലിയ വെള്ളക്കെട്ടിൽ കൂടി വാഹനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളുടെ ദൃശ്യമാണ് കാണുന്നത്. പക്ഷേ ആ വാഹനത്തിൽ നിന്ന് മറിഞ്ഞു വീഴുകയാണ്. എത്ര അപകടമാണെന്ന് ആലോചിച്ച് നോക്കണം. ഏത് തരത്തിലാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഗുരുതര സ്വഭാവം എന്നുകൂടി ഇതിനോട് ചേർത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ ഈ മഴ നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയ ചില്ലറയല്ല പ്രശ്നങ്ങൾ. വിനോദ്, ഈ